DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നീലവെള്ള കാർഡുകാർക്ക് വമ്പൻ ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീണ്ടും ഗോതമ്പ് വിതരണവും സൗജന്യ റേഷൻ വിതരണവും എല്ലാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ജൂലൈ 2 വ്യാഴാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. ജൂലൈ 1 തീയതി റേഷൻ കടകൾക്ക് അവധിയാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ 3 മാസങ്ങളിലേക്ക് വൈദ്യുതിയുള്ള AAY മഞ്ഞ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും ഇനി വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. ഇനി മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകൾക്ക് ജൂലൈ മാസത്തിൽ ലഭിക്കുന്ന വിഹിതങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായി അന്ത്യോദയ അന്ന യോജന AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. മുൻപൊക്കെ ലഭ്യമായിരുന്ന 1 കിലോ പഞ്ചസാര ജൂലൈ മാസത്തിലും ലഭിക്കുന്നതല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. അടുത്തത് മുൻഗണനാ വിഭാഗം PHH പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിനു പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അടുത്തത് പൊതുവിഭാഗം സബ്സിഡി കാർഡായ NPS നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ പുതിയതായി നീലക്കാർഡിന് സ്പെഷ്യൽ വിഹിതമായി 3 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ ലഭിക്കും. ഗോതമ്പ് കൂടാതെ അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നീല റേഷൻ കാർഡുള്ളവരും വെള്ള റേഷൻ കാർഡുള്ളവരും അറിയേണ്ടതാണ്. അതായത് നീല, വെള്ള റേഷൻ കാർഡുള്ളവരിൽ പിങ്ക് റേഷൻ കാർഡിന് അർഹതയുള്ളവർക്ക് ഇപ്പോൾ അതിനായി അപേക്ഷ നൽകാവുന്നതാണ്. ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത്. അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ജൂലൈ മാസം 17 തീയതി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നീലവെള്ള റേഷൻ കാർഡുകാർക്ക് പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാമെന്ന് വിശദമായ വീഡിയോ കഴിഞ്ഞ ദിവസം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണാൻ ശ്രമിക്കുക. അടുത്തതായി പൊതുവിഭാഗം NPNS വെള്ള റേഷൻ കാർഡിന് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ജൂലൈ മാസത്തിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. എന്നാൽ നീലക്കാർഡിന് 3 കിലോ ഗോതമ്പ് അനുവദിച്ചുവെങ്കിലും വെള്ളക്കാർഡിന് അത്തരത്തിൽ ഗോതമ്പ് അനുവദിച്ചിട്ടില്ല എന്നത് വെള്ള റേഷൻ കാർഡുകൾക്ക് ഒരു തിരിച്ചടിയായി. പൊതുവിഭാഗം സ്ഥാപനം NPI ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് പരമാവധി 1 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. ഇതോടൊപ്പം ജൂൺ, ജൂലൈ മാസത്തിലെ ട്രോളിംഗ് നിരോധനം കണക്കിലെടുത്ത് 52 ദിവസത്തേക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് ജോലിയില്ലാതായ യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. ഇതുകൂടാതെ സപ്ലൈകോ സ്റ്റോറുകളിലൂടെയും സൂപ്പർ മാർക്കറ്റുകളിലൂടെയും എല്ലാ വിഭാഗത്തിലുംപ്പെട്ട റേഷൻ കാർഡുകാർക്കും അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും മുളകും പയറുമെല്ലാം ഉൾപ്പെട്ട 13 ഇനം പലവ്യഞ്ജന സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതാണ്. വിപണി വിലയേക്കാൾ 40% വരെ വിലക്കുറവിൽ കാർഡുടമകൾക്ക് സപ്ലൈകോയിൽ നിന്നും ഇവ ലഭിക്കുമെന്ന കാര്യം കൂടി റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞു വയ്ക്കുക. സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. എല്ലാവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകളും ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.